പാലക്കാട് നെന്മാറയിലെ ഇരട്ട കൊലപാതകത്തിന് പിന്നിലെ അന്ധവിശ്വാസ വാഴ്ചകൾ പുറത്തെത്തുന്നു. ജ്യോതിഷിമാരും സിദ്ധന്മാരും കളം നിറയുമ്പോൾ കൂടോത്രവും ആഭിചാരവും അരങ്ങുവാഴുന്നു. കൊലയാളി ചെന്താമരയ്ക്ക് ആത്മീയ ഉപദേശം നൽകിയ ജ്യോതിഷിക്കെതിരെയും പ്രതിഷേധം. നെന്മാറ ഇരട്ട കൊലപാതകത്തിലെ പ്രതി ചെന്താമര കൊല നടത്താൻ ഇടയായത് ജ്യോതിഷി നൽകിയ ഉപദേശങ്ങളെ തുടർന്നാണെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തെത്തിയിരിക്കുന്നത്. അന്ധവിശ്വാസത്തിലും ആഭിചാര കർമ്മങ്ങളിലും അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ചെന്താമര ജ്യോതിഷിയുടെ വാക്കുകൾക്ക് അമിത പ്രാധാന്യമാണ് നൽകിയിരുന്നത്. ഏത് വിഷയത്തിലായാലും ജ്യോതിഷിയെ സമീപിച്ചാണ് ചെന്താമര തീരുമാനങ്ങളിലെത്തിയിരുന്നത്. ചെന്താമരയുടേത് പ്രണയ വിവാഹമായിരുന്നു. നെല്ലിയാമ്പതി പൊള്ളാച്ചി റൂട്ടിൽ സർവീസ് നടത്തിയിരുന്ന സ്വകാര്യ ബസ്സിലെ ഡ്രൈവറായിരുന്നു ചെന്താമര. ഈ സമയത്താണ് നെല്ലിച്ചോടുള്ള യുവതിയുമായി പരിചയത്തിലാകുന്നതും പിന്നീട് വിവാഹിതരാകുന്നതും. വിവാഹം കഴിച്ചതിനു ശേഷം ഭാര്യയെ ഇയാൾക്ക് വലിയ സംശയമായിരുന്നു. തൊഴിലുറപ്പ് ജോലിക്ക് പോകുന്നതുൾപ്പെടെ വിലക്കിയ ചെന്താമര ഭാര്യയെ വീടിന് പുറത്തിറങ്ങാൻ പോലും അനുവദിച്ചിരുന്നില്ല. ഇതിനെ ചൊല്ലി കുടുംബത്തിൽ പലപ്പോഴും വലിയ തർക്കങ്ങളും നടന്നിരുന്നു. ഒടുവിലാണ് ഈ വിധത്തിലുള്ള ശാരീരിക മാനസിക പീഡനങ്ങൾ സഹിക്കാനാവാതെ ഭാര്യ വീട് വിട്ടുപോയതും വിവാഹബന്ധം ഉപേക്ഷിച്ചതും. ഈ സാഹചര്യത്തിലാണ് പതിവ് പോലെ ചെന്താമര ജ്യോതിഷിയെ സമീപിച്ചത്. കടുത്ത അന്ധവിശ്വാസിയായ ചെന്താമരയെ പ്രകോപിതനാക്കുന്ന വിധത്തിലുള്ള ഉപദേശങ്ങളാണ് ജ്യോതിഷി നൽകിയത്. ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണം അയൽക്കാരിയായ ഒരു സ്ത്രീ മൂലമാണെന്നും നീളൻ മുടിയുള്ള അവർ നടത്തിയ ആഭിചാര പ്രവർത്തനങ്ങൾ വഴിയാണ് ബന്ധം ഉപേക്ഷിക്കാൻ ഭാര്യ തയ്യാറായതെന്നായിരുന്നു ജ്യോതിഷി ചെന്താമരയ്ക്ക് നൽകിയ ഉപദേശം. ചെന്താമരയുടെ അയൽവാസിയായിരുന്ന സജിതയ്ക്ക് നീളൻ മുടിയാണുണ്ടായിരുന്നത്. ജ്യോതിഷി പരാമർശിച്ച സ്ത്രീ സജിതയാണെന്ന് വിശ്വസിച്ച ചെന്താമര സജിതയോടും കുടുംബത്തോടും വലിയ പകയാണ് വെച്ചു പുലർത്തിയിരുന്നത്. കൂടാതെ അയൽവാസിയായ പുഷ്പ എന്ന സ്ത്രീയും കൂടോത്രം ചെയ്യാൻ സജിതയെ സഹായിച്ചു എന്നും ഇയാൾ വിശ്വസിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് 2019 ആഗസ്റ്റിൽ സജിതയെ അതിക്രൂരമായി ഇയാൾ വെട്ടിക്കൊല്ലുന്നത്. ഇപ്പോഴിതാ കേസിന്റെ വിചാരണ തുടങ്ങാനിരിക്കെ ജാമ്യത്തിൽ ഇറങ്ങി ആ കുടുംബത്തിലെ 2 പേരെ കൂടി നിർദാക്ഷിണ്യം കൊലപ്പെടുത്തിയിരിക്കുന്നു. സജിതയുടെ ഭർത്താവ് സുധാകരനും അദ്ദേഹത്തിന്റെ അമ്മ ലക്ഷ്മിയുമാണ് കൊലയാളിയുടെ കൊലവാളിനിരയായത്. കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയ ചെന്താമരയെ ശ്രമകരമായാണ് പോലീസ് പിടികൂടിയത്. 5 പേരെ കൊലപ്പെടുത്താനാണ് താൻ ഉദ്ദേശിച്ചതെന്നും അതിൽ 2 പേരെ കൊല്ലാനേ കഴിഞ്ഞുള്ളൂവെന്ന മട്ടിൽ തെല്ലുപോലും കുറ്റബോധമില്ലാതെയാണ് ചെന്താമര പോലീസ് അധികൃതരോട് പ്രതികരിച്ചത്. അന്ധവിശ്വാസ നിലപാടുകളിൽ ഉറച്ച് മാനസിക നില തകിടം മറിക്കപ്പെട്ട വിധത്തിലുള്ള പ്രതികരണങ്ങളാണ് ഇയാൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്യന്തം അപകടകാരിയും മാനസിക രോഗിയുമായ കൊടും ക്രിമിനലാണ് ചെന്താമരയെന്ന് ഇതിനോടകം വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. എതിരാളിയെന്ന് കരുതുന്നവരെ കൊലപ്പെടുത്തുന്നതിൽ ഗൂഢസംതൃപ്തി അനുഭവിച്ചു വന്ന ഇയാളെ പരോക്ഷമായി സംരക്ഷിച്ച പോലീസ് നിലപാടുകൾ തന്നെയാണ് ഈ കൊലപാതകങ്ങൾക്ക് അടിസ്ഥാന കാരണമായതെന്ന് പറയാതെ വയ്യ. ജാമ്യത്തിലിറങ്ങിയ പ്രതി തങ്ങളെ നിരന്തരം ഭീഷണിപ്പെടുത്തുന്നതായും ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ച ഇയാളെ അറസ്റ്റ് ചെയ്യണമെന്നും കൊല്ലപ്പെട്ട സുധാകരനും കുടുംബവും നേരത്തെ തന്നെ പരാതി നൽകിയിരുന്നുവെങ്കിലും പോലീസ് അതെല്ലാം അവഗണിക്കുകയായിരുന്നു. ആ അവഗണനയുടെ ദുരന്തഫലം കൂടിയാണ് ഈ ഇരട്ട കൊലപാതകത്തിലേക്ക് വഴിയൊരുക്കിയതും. ഈ വിധമൊരു മാനസികാവസ്ഥയിലേക്ക് ചെന്താമരയെ എത്തിച്ചതിൽ ജ്യോതിഷി വഹിച്ച പങ്ക് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ പ്രേരണാകുറ്റം ചുമത്തി ജ്യോതിഷിയെ കൂടി കേസിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യമാണ് വ്യാപകമായി ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. സാമൂഹ്യ നവോത്ഥാനത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്ന ഇടമാണ് കേരളമെന്നാണ് വെപ്പ്. എന്നാൽ ആ പ്രബുദ്ധ കേരളത്തിൽ തന്നെയാണ് അന്ധവിശ്വാസത്തിൽ അധിഷ്ഠിതമായ കൊലപാതകങ്ങൾ നിരന്തരം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ടയിലെ ഇലന്തൂരിൽ നടന്ന ഇരട്ട നരബലിയെ എങ്ങനെയാണ് വിസ്മരിക്കാൻ കഴിയുക? 2022 ജൂൺ 8-നാണ് സാമ്പത്തിക അഭിവൃദ്ധി ലക്ഷ്യമിട്ട് 2 സ്ത്രീകളെ നിർദാക്ഷിണ്യം കൊലപ്പെടുത്തിയത്. ശരീരഭാഗങ്ങൾ വേവിച്ചു ഹോമിച്ചതായും പിന്നീട് ബോധ്യപ്പെട്ടു. ഇതിനു പിന്നിലും ഒരു സിദ്ധന്റെ ഉപദേശം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. റോസ്ലിൻ, പത്മ എന്നീ സ്ത്രീകളാണ് ഈ വിധത്തിൽ അന്ധവിശ്വാസത്തിന്റെ ഇരകളായി നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ടത്. സിദ്ധനായി നടിച്ചിരുന്ന മുഹമ്മദ് ഷാഫിയുടെ നിർദ്ദേശാനുസരണമായിരുന്നു അന്ന് നരബലി നടന്നത്. ആ കേസിൽ മുഹമ്മദ് ഷാഫിക്ക് പുറമെ ഭഗവത് സിംഗ്, ഭാര്യ ലൈല എന്നിവരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മുഹമ്മദ് ഷാഫിയും ഭഗവത് സിംഗും വിയൂർ ജയിലിലും ലൈല കാക്കനാട് ജയിലിലുമാണ് ഇപ്പോൾ ഉള്ളത്. ആധുനിക കാലത്ത് കൂടോത്രത്തിലും ആഭിചാര കർമ്മങ്ങളിലും വിശ്വസിക്കുന്നവർ ഉണ്ടാകുമോ എന്ന് സംശയിക്കുന്നതിൽ ഒരു കാര്യവുമില്ല. തന്നെ തകർക്കാനായി ചിലർ കൂടോത്രം ചെയ്തുവെന്ന് പരസ്യമായി പ്രതികരിച്ചത് KPCC അധ്യക്ഷൻ K. സുധാകരനായിരുന്നുവല്ലോ. അദ്ദേഹത്തിന്റെ വീട്ടുവളപ്പിൽ നിന്നും ഓഫീസിൽ നിന്നും
കൂടോത്ര വസ്തുക്കൾ കണ്ടെടുത്തത് വൻ വിവാദങ്ങൾക്കാണ് വഴിയൊരുക്കിയത്. രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെയുള്ള ലോക്സഭാംഗം പോലും കൂടോത്ര ഭീഷണിയെ ന്യായീകരിച്ച് അന്ന് ചർച്ചകളിൽ നിറഞ്ഞിരുന്നു. ഏറ്റവും ഒടുവിൽ കാസർകോട്ടെ മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുജീബ് കമ്പാർ അറസ്റ്റിലായതും അന്ധവിശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി കാസർഗോഡ് മേഖലയിലെ പല പ്രമുഖരും ജിന്നുവാഴ്ചയുടെയും സിദ്ധന്മാരുടെ അനുഗ്രഹത്തിന്റെയും എല്ലാം തടവറയിലാണ്. പുരാവസ്തു വകുപ്പിന്റെ അധീനതയിലുള്ള കോട്ടയിലെ കിണറ്റിൽ നിധിയുണ്ടെന്ന സിദ്ധന്റെ വാക്കുകൾ വിശ്വസിച്ചാണ് മുസ്ലിം ലീഗ് നേതാവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ മുജീബ് കമ്പാറും കൂട്ടരും പുരാവസ്തു വകുപ്പിന്റെ അധീനതയിലുള്ള കിണറിൽ ഇറങ്ങിയത്. നിധി തേടി അവിടം കുഴിക്കുന്നതിനിടയിലാണ് ഇവരെ പോലീസ് പിടികൂടിയത്. മുജീബ് കമ്പാർ രാജിവെക്കണമെന്ന ആവശ്യവുമായി ശക്തമായ പ്രതിഷേധമാണ് മൊഗ്രാൽ പുത്തൂരിൽ ഇപ്പോൾ അരങ്ങേറുന്നത്. ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളായി തള്ളിക്കളയാൻ കഴിയുന്നവയല്ല. അരുംകൊലകൾ നടത്താൻ തെല്ലുപോലും മനസാക്ഷിക്കുത്ത് ഇല്ലാത്ത വിധത്തിലേക്ക് അന്ധവിശ്വാസ വാഴ്ചകൾ നമുക്കിടയിൽ പിടിമുറുക്കുകയാണെന്ന വിവരം അത്യന്തം ഞെട്ടിപ്പിക്കുന്നതാണ്. ജ്യോതിഷിമാരും സിദ്ധന്മാരും പിടിമുറക്കുന്ന സാമൂഹ്യ അവസ്ഥയ്ക്കെതിരെ നവോത്ഥാന മൂല്യങ്ങൾ തിരിച്ചുകൊണ്ടുവന്നേ മതിയാകൂ. ഈ വിധം സംഭവ വികാസങ്ങൾ നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ്.